ആൾക്കാരാണ് നമ്മളെ ബന്ധപ്പെടുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ആൾക്കാരുടെ പേരുകളൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നതും ഏത് രീതിയിലുള്ള സഹായത്തിനും സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇതിലൊക്കെ പറയുന്നത് എന്തായാലും ഈ കുടുംബത്തിനെ ഇവരെല്ലാം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനോട് ഈ ഫണ്ട് 75,000 രൂപ ഒന്നും അവന് തികയാത്തുന്ന ആകെ ആ ഒരു കമ്പനി കയറിയിട്ടുണ്ട് 1 കൊല്ലം 3 വർഷമായി എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. ആകെ 1 വർഷമായിട്ടുള്ളൂ. 1.5 വർഷമായിട്ടുള്ള കമ്പനി കയറിയിട്ട് ഞങ്ങൾ എല്ലാവരും പഠിത്തം കഴിഞ്ഞിട്ട് 3-4 വർഷമായി. പക്ഷെ എല്ലാവരോടും സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കുക. അല്ല, അദ്ദേഹം ജീവിക്കുന്നു, അതെല്ലാം അദ്ദേഹത്തിന്റെ കാര്യം. പക്ഷെ നമ്മളെ കോട്ട് ചെയ്തുകൊണ്ട്, കുടുംബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു വൈകാരികത അദ്ദേഹം സൃഷ്ടിക്കരുത്. ദയവ് ചെയ്ത് നിർത്തണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് നിയമപരമായിട്ട് പോകേണ്ടി വരും. കാരണം കുറെ ബന്ധപ്പെട്ട് നേരിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ട്, പക്ഷെ നിർത്തുന്നില്ല. ഓരോ ദിവസം പുതിയ 3 യൂട്യൂബ് ചാനലുകൾ. പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മൂപ്പരാൾക്ക് അറിയാത്ത ഏതൊരു നമ്പറിൽ നിന്ന് കോൾ വന്നാലും അത് മറ്റൊരാൾ വീഡിയോ എടുക്കും. എന്നിട്ട് അത് സ്പീക്കറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഓഡിയോ പോലെ ഇതാക്കിയിട്ട് നന്ദി പറയുന്ന വീഡിയോസ് അതിങ്ങനെ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമില്ല. അയാളെ മനാഫ് ഖാന്റെ സംബന്ധിച്ച് അയാളെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീടുള്ള അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ കോട്ട് ചെയ്തത് കുടുംബത്തിനെ മറ്റുള്ളവർ മുന്നിൽ വ്യക്തിഹത്യ ചെയ്തത്. അത് തന്നെ പറയാനുള്ളത്. ഇല്ല, അല്ല, ഇപ്പൊ പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവോടല്ല. ഞാൻ ഇപ്പോഴും പറയണം, പണം ലഭിച്ചിട്ടുണ്ട്. അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളുണ്ട്. പണം ലഭിച്ചിട്ടുണ്ട്, അത് ഇവിടെ ഇടാം. പക്ഷേ അങ്ങനെ ഒരു പണം സ്വീകരിക്കുമ്പോൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത്? നമ്മളോട് ചോദിക്കണ്ടേ? ആര് പണം തരികയാണെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ? വേണോ ചോദിക്കണ്ടേ? നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വൈകാരികതയെ വിൽക്കുന്നു എന്ന് പറയാൻ. പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങൾ ഇതുവരെ ആരോടും പണം ആവശ്യപ്പെട്ടില്ല. ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത്. ഞങ്ങൾക്ക് പണത്തിന് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ സംവിധാനങ്ങളാണെങ്കിൽ കൃഷ്ണപ്രിയയ്ക്കും ജോലി കൊടുത്തു, മകന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. മറ്റെല്ലാം സംവിധാനം എല്ലാ സാധാരണക്കാരെ വീട്ടിലുള്ള പോലെയുള്ള സംഭവം നമ്മളെടുത്തുള്ളൂ, നമ്മളെ വീട്ടിലുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ളൊരു ബാധ്യതയൊന്നും ഈ വീട്ടിലും ഇല്ല. ഇതെല്ലാം ഞങ്ങൾ മുന്നേറിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ച് ഞങ്ങളതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിൽ മുന്നേറിപ്പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളെ രീതിയിൽ വിട്ടുതരിക. ഞങ്ങൾക്ക് ജോലി സ്ഥലത്ത് പോകേണ്ടത് ആവശ്യമില്ല. എല്ലാവരും ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളൊരു പരിഹാസ്യ കഥാപാത്രമായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത്. മനാഫിന്റെ മറ്റ് യൂട്യൂബ് ഇനി ഈ ഫണ്ട് സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള അർജുൻ, അതായത് ഇത് ഞങ്ങൾക്കെല്ലാം അച്ഛനാണെങ്കിലും നോക്കൂ, അച്ഛൻ പശുവിനെ വളർത്തിയിട്ടാണ് ഞങ്ങൾ ഈ കുടുംബം പോകുന്നത്. പിന്നെ ഇവർ ജോലിക്ക് പോകുന്നത്, അനിയത്തി ജോലി പോകുന്നത്, എൻ്റെ വൈഫ് ജോലി, ഞങ്ങളെല്ലാവരും ഇതൊന്നും ഇവിടെ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എങ്ങനെയാണെന്നൊന്നും. ഇത് ഇനിയും ഇങ്ങനെയാണ് മുന്നോട്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഒരു PR വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. ആദ്യഘട്ടം അങ്ങനെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഈ പുള്ളി ഞങ്ങൾ അതുകൊണ്ട് തള്ളി പറയാതിരിക്കാൻ കാരണം, ആദ്യഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു, ഒരേ ദിശയിലായിരുന്നു. പിന്നീടാണ് ഈ 2ാം ഘട്ടത്തിന് ശേഷമാണ് അവർ വേറെ രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും യൂട്യൂബ് ചാനൽ ഉണ്ടായത് ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള ഒരു പേര്, ആ ഒരു ബ്രാൻഡ് അന്നേക്ക് കയറിയിരുന്നു. അതാണ് അയാള് മനസ്സിലാക്കിയത് ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത്. അതൊക്കെ അദ്ദേഹത്തിന്റെ ഈശ്വർ മാൽപ്പെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. 1ാം ഘട്ടത്തിൽ 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിൽ അനാവശ്യമായ ഇടപെടൽ മാത്രമാണ്. അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അവിടുത്തെ സംവിധാനത്തിനും ഞങ്ങൾ പറഞ്ഞിട്ടില്ല മാൽപ്പയെ പറഞ്ഞേക്കണമെന്നൊന്നും. ഇപ്പോഴും പറയാണ്. അത് അവിടുത്തെ ഭരണകൂടത്തിന് തന്നെ മനസ്സിലായി ഇത് വേറെ രീതിയിലേക്കാണ് തിരച്ചിൽ പോകുന്നത്. അവരവിടെ നിന്ന് ഒരു സാധനം എടുക്കുന്നു, അപ്പോഴതിന് വീഡിയോ എടുക്കുന്നു, അപ്പോൾ ഡ്രഡ്ജർ വരുന്നു, ഇങ്ങോട്ട് വരുന്നു, എടുക്കുന്നു. അതായത് നമ്മൾ കേന്ദ്രീകരിച്ച പോയിന്റിലേക്ക് തിരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല. ആകെ അനുവദിച്ചത് കുറച്ച് ദിവസം. ഇതിന്റെ മുകളിൽ അത് പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരിക്കലും കർണാടക ഗവൺമെന്റ് ഇത് തുടങ്ങുമ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. ഇത് ഒരു അവസാന ഘട്ട തിരച്ചിലാണ്.
ഇതിൽ അപ്പുറം ഇനി ഒരു തെരച്ചിൽ സാധ്യമല്ല എന്ന പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ചെയ്യും. അത് കാർവാർ MLA അന്നത്തെ പത്രസമ്മേളനത്തിൽ അവിടെ വ്യക്തമായിട്ട് പറയുകയും ചെയ്ത സംഭവമാണ്. അറിയായിരുന്നു. കാരണം ഈ ഡ്രഡ്ജർ കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഡൈവേഴ്സ് അവിടെ ഉണ്ട്. അതിൽ 2 പേരുണ്ട്. പിന്നെ അവർക്ക് വേറെ അപ്പോൾ എന്താ ഇവരും ഈ ഡ്രഡ്ജർ കമ്പനിയുടെയും പ്രശ്നം അത് തന്നെയായിരുന്നു. അവരെ രീതിയിൽ തെരച്ചിൽ നടത്താൻ അനുവദിക്കുന്നില്ല. ഇവിടെ സാധനം കിട്ടുമ്പോഴേക്ക് ഡ്രഡ്ജർ ഇങ്ങോട്ട് വരുന്നു. അറിയാലോ, ഓരോ അത്രയും സമയം എടുക്കും ഒരു പൊസിഷൻ. ഇപ്പോൾ പൊസിഷനിലെടുത്ത് അവിടെ മണ്ണ് മാന്താൻ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ അവർക്ക് സാങ്കേതികമായിട്ട് തടസ്സമുണ്ടായിരുന്നു. അവർക്കൊരു സംവിധാനമുണ്ട്, അവർക്ക് ഡൈവേഴ്സ് ഉണ്ട്. അപ്പം മറ്റൊരു തേർഡ് പാർട്ടി ഇന്റർഫറൻസ് അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് MLA SP പറഞ്ഞു. അതിൻ്റെ പുറത്താണ് പിന്നെ അദ്ദേഹത്തിന് അവിടുന്ന് മാറേണ്ട വന്ന അല്ലാതെ ഞങ്ങളായിട്ട് പിന്നെ പാൽപ്പ ഇറങ്ങണ്ടെന്ന് ആരിറങ്ങണ്ട എങ്ങനെ നടത്തണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജില്ലാ ഭരണകൂടമാണ്. അല്ലെങ്കിൽ ഇതിന് നിയോഗിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് പോലും അതിനെക്കുറിച്ച് അറിയില്ല. ടെക്നിക്കലായിട്ടുള്ള ഒരു അറിവുള്ള ആൾക്കാരല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം ഇതിൽ സാധാരണ ആൾക്കാരാണ്. അല്ല, അത് യഥാർത്ഥ ഉടമ എന്ന് വെച്ചാൽ RC ഓണറാണ്. അദ്ദേഹമാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് അർജുന് വേണ്ടി ആത്മാർത്ഥതയോടെ ഞങ്ങൾ കൂടെ നിന്ന്, അതായത് ഉള്ളിൽ അർജുൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയോടെ നിന്ന് ഒരു വ്യക്തിയാണ് മുബീന്. അതിന് ആ ഒരു വൈകാരികമായ തലം ഇതിലുണ്ട്. ഞങ്ങളെ മാക്സിമം അദ്ദേഹത്തിനുള്ള ഒരു കടപ്പാട് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങൾ മനാഫിനെ തള്ളി പറയാൻ തയ്യാറായിരുന്നത്. ഇപ്പം മനാഫിന്റെ പ്രതികരണം വരുന്നുണ്ട്. അതായത് താൻ അർജുന്റെ പേരിൽ യാതൊരുവിധ ഫണ്ട് പിരിവും നടത്തിയിട്ടില്ല. അങ്ങനെ തെളിയിച്ചാൽ തന്നെ പരസ്യമായി ആർക്ക് വേണമെങ്കിലും കണ്ടറിയാം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് തന്റെ ഇഷ്ടമാണ്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നാട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അർജുന്റെ ചിതയാണെന്നതിന് മുൻപ് തന്നെ ക്രൂശിക്കുന്നത് തെറ്റാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് യൂട്യൂബ് ചാനലിൽ ഇടും. അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അർജുന്റെ അമ്മയുമായി തനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. 2000 രൂപ കൊടുത്തിട്ടുമില്ല. 2000 രൂപ കിട്ടിയതിന് ആ വീഡിയോ വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. അത് സമൂഹ മാധ്യമങ്ങൾ ഓടി നടക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. വേണമെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഇന്നലെ ഒരു സ്കൂളിൽ ഞങ്ങൾ കോള് വന്നു. മനാഫിന്റെ കയ്യിൽ ഞങ്ങളൊരു ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന കോളാണ്. അതായത് മുക്കത്ത് അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു അത് നടത്തുന്ന സംഘാടകരിലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയാണ്, ഒരു ഫണ്ടും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന കാര്യമാണ് ഞങ്ങൾ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞത്. എല്ലാ സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി കണ്ടോ ഇത്ര എപ്പോഴും മീഡിയന്റെ മുന്നിൽ നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പേഴ്സണലായി വിളിച്ചിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനത്തെ ഒരു വർത്താനം നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ മീഡിയയിലൂടെയാണ് ഇത് കാണുന്നത്. ഇവർ പറയുന്നൊക്കെ നമ്മൾ മീഡിയയിലൂടെയാണ് കാണുന്നത്. മീഡിയ വഴിയാണ്. അത് നമുക്ക് സമ്മതമില്ലാത്ത കാര്യമാണ്. അമ്മയടക്കം പറഞ്ഞു. അമ്മയ്ക്ക് ഞങ്ങൾ എല്ലാവരും വേണ്ടി ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനമെടുക്കും? അതെ, അയാൾക്ക് ആരാണ് ഈ അധികാരം കൊടുക്കുക? അയാൾ പറഞ്ഞല്ലോ ഇപ്പോൾ അയാൾക്ക് തോന്നിയത് പോലുള്ള വീഡിയോ ഇടുന്നത്. ചെയ്യട്ടെ, ഞങ്ങളുടെ അർജുനെയും ഞങ്ങളുടെ കുടുംബത്തിനെയും കോട്ട് ചെയ്തുള്ള വീഡിയോ ചെയ്യട്ടെ, നമുക്ക് അപ്പോൾ കാണാം. അത് പറഞ്ഞു സംസാരിച്ചു. അദ്ദേഹം നിസ്സഹാവസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞാൽ ഇയാൾ കേൾക്കില്ല. ഇതിനപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ പറഞ്ഞുതരാം. ഇതിനപ്പുറത്ത് എന്ത് പ്രശ്നം വരികയാണെങ്കിലും അതിനുള്ള മൊത്തം തെളിവ് എൻ്റെ ഉണ്ട്. ആരും, അതായത് സ്വന്തം കുടുംബക്കാർ വരെ മുക്കാളെ പറ്റി പറയുന്ന സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ആരും ഇതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 27-ാം തീയതി സന്ധ്യക്ക് 27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെൻഡ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്. വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്. നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടേക്ക് എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അയാൾ സെൻഡ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ഇതൊക്കെ കണ്ടോ, ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല, പറയിപ്പിച്ചതാണല്ലോ. ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാന്ന്. അതായത് 3 ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്. അത് ഞങ്ങൾ റൂമിൽ കുറെ ആളുകളുണ്ട്. ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോട് വന്നു പറഞ്ഞു, അമ്മേ ഞങ്ങൾ വന്നിട്ടോ, ഈ എൻ്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു, ഈ ആൾക്ക് ഞാൻ സെൻഡ് ഓഫ് കൊടുത്തതാണ്. പിന്നെ ഞങ്ങൾ സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്. 2.5 മാസത്തെ സെൻഡ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചു വിടുകയാണ്.
ഇന്ന് പിരിച്ചുവിടുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ് എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നിർത്തുന്നില്ല. എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പരാൾ നിർത്തുന്നില്ല. ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട്, അതായത് ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അർജുൻ്റെ സഹോദരൻ്റെ ഒരു നന്ദി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്തു. അതൊക്കെ എൻ്റെ കുടുംബത്തിന്, അതാ പറഞ്ഞത്, കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ, അവർ പറഞ്ഞത് കറക്റ്റാണ്, ഇത് ഇങ്ങനെ തന്നെ അല്ല, ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് മറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പുള്ളൂ. ഇതിൻ്റെയൊക്കെ തെളിവ് ഞങ്ങളെടുത്തു, ഞങ്ങൾ വെറുതെ പറയില്ല. അത് ഇതിന് പുറകിൽ എന്താ കേസ് അത് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എവിഡൻസ് ഉണ്ട്, നമ്മൾ ഫുൾ എവിഡൻസ് നമ്മളുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും എല്ലാ എവിഡൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ കൃഷ്ണപ്രിയെ വിളിച്ചിട്ട് പോലും എടുത്തിട്ടില്ല. ഞാനൊരു 10-20 മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒക്കെ റീഡ് ചെയ്യാൻ പോവുക. കാരണം മൂപ്പരാക്ക് ഇതിന് പിന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ എത്തിയതിനെ കൊണ്ട് താവുന്നില്ല. എത്ര കോണ്ടാക്ട് ചെയ്തിട്ട് നിർത്തുന്നില്ല. പിന്നെ ഈ പിന്നെ കമന്റുകൾ, നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ മാത്രമാണ് നമുക്ക് വരുന്നത്. ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പിന്നെ വിളിച്ച് ചോദിക്കുക, ഇങ്ങനെ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അവർക്കും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ തകർന്നു പോയ തുടക്കം മുതലേ നമ്മൾ തകർന്നു പോയപ്പോൾ നമ്മളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ചേച്ചിയും ചേട്ടനാണ്. അപ്പോൾ അവർക്കെതിരെ എന്ത് വന്നാലും നമ്മളത് പ്രതികരിക്കും. ഇനി എന്തെങ്കിലും ചോദ്യമുണ്ടോ? അത് ക്ലാരിഫൈ ചെയ്യണം. പറഞ്ഞല്ലോ, ഇതിന് പുറകിൽ ഇത് നിയമ നടപടിക്ക് വേണ്ടിയിട്ടൊന്നല്ല. നിങ്ങൾ എല്ലാ ആളുകളും ഇതൊന്ന്, അതായത് ഈ സത്യം എന്താണ്, അന്ന് മുതൽ നടന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് എല്ലാവരും അറിയിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. അതായത് ചില ആളുകളൊക്കെ നമ്മളൊന്നും ചെയ്യാതെയാണ് ഇവിടെ വന്നിട്ട് പലതും പറയുന്നത് എന്നുള്ള രീതിയിൽ. നമ്മൾ പുഴയിലിറങ്ങി അർജുനെ പൊക്കിയിട്ടൊന്നുമില്ല, പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ആരും കുറ്റപ്പെടുത്താൻ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഞങ്ങളൊക്കെ സാധാരണ ആളുകളാണ്. ഞങ്ങൾ ആരും മീഡിയയ്ക്ക് ഇതിന് മുന്നേ വന്നിട്ടില്ല. ഞങ്ങൾ അവസ്ഥ കൊണ്ടാണ് അന്ന് മുതൽ മീഡിയേൻ്റെ മുന്നിൽ വന്നത്. അല്ലാതെ അറ്റൻഷൻ സീക്കറായിട്ടോ മീഡിയേൻ്റെ മുന്നിൽ നിന്നിട്ട് എല്ലാവരുടെയും ഒരു അറ്റൻഷന് വേണ്ടി ഒന്നുമല്ല നമ്മൾ വന്നത്. നമുക്ക് നമ്മുടെ അനിയനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ആവശ്യം അതായിരുന്നു. അതോടുകൂടി നമ്മളൊരു നന്ദി പറച്ചിൽ നിർത്തിയ കാര്യങ്ങളാണ്. അപ്പം പല ആളുകളും പല തലത്തിലേക്ക് ഈ ഒരു കാര്യത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്. പല യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഈ നമ്മുടെ മാധ്യമ അതിൻ്റെ അടിയിൽ വന്ന കമൻസിൽ നമുക്ക് മനസ്സിലാവും പലരും പല തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തതാണ്. നമുക്ക് മീഡിയേൻ്റെ ഒരു പബ്ലിസിറ്റിയോട് കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷെ നമ്മളെ വെച്ചിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ആയിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ പലതും പല രീതിയിൽ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അത് നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും മുന്നോട്ട് പോകണം, എല്ലാവർക്കും ജീവിക്കേണ്ടതാണ്. ഇതിനൊക്കെയുള്ള കാരണം വെച്ചാൽ ഈ ഡെയിലി വരുന്ന യൂട്യൂബുകളാണ്, അതായത് യൂട്യൂബ് ചാനലിലെ വീഡിയോസാണ്. ഞങ്ങൾ അത്ര പറഞ്ഞിട്ട് നിർത്തുന്നില്ല. പിന്നെയുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ഏട്ടൻ്റെ ഭാര്യനെ ഇവിടുന്ന് ഒറ്റപ്പെടുത്തിയെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, ഇവിടെ വന്നിട്ട് ഏകദേശം 2 കൊല്ലത്തിനടുത്തായി. എന്താ ഇവിടെ സംഭവം? 3 വർഷത്തിനടുത്തായി. ഇത്ര കാലം ഞങ്ങളൊന്ന് കണ്ണിൽ കൊണ്ട് പോലും ഞങ്ങൾ ഇതിലായിട്ട് എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെ വേണമെങ്കിൽ ആർക്കും വേണം ചോദിച്ചു നോക്കാം. പക്ഷേ എൻ്റെ മൂത്ത ചേച്ചീനെ വെച്ച് പറയുന്നതാണ്, എൻ്റെ ഏടത്തിയമ്മനെ എല്ലാവരും കൂടി ഇവിടെ ഒറ്റപ്പെടുത്തുകയാണ്, ഇതാക്കുകയാണ്, ഏട്ടന് ചൂഷണം ചെയ്യാണ്. ഇതൊക്കെ ഈ ആൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ഞാൻ ഇന്ന് പണിക്ക് പോയിട്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ തെരച്ചിൽ വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീടുള്ള ഒരു ഡൈവേർഷൻ ഉണ്ടായി. ഇതിൽ നമ്മൾ ഒരു രീതിക്ക് പോകുന്നു. അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യായിരുന്നു വേണ്ടിയിരുന്നത്. ഇതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അതിലുള്ള രീതിയിൽ ഇവിടെ നിന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാവുന്ന കാര്യം, നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെയും കൊണ്ട് അവിടെ പോയി ഒരു സംവിധാനത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമെന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. സമ്മതിക്കില്ല. അവിടെയുള്ള കലക്ടർ സംവിധാനം, പിന്നെ പോലീസ് സംവിധാനം അവരെന്തിനു നിൽക്കുന്നു? അവിടെ പിന്നെ തിരച്ചിൽ നടത്തിയ ഇവർക്കാർക്കൊക്കെ എന്തേ സംഭവിച്ചാൽ ആര് ഉത്തരം പറയും? അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർക്കാണ്. അവിടുത്തെ ഉത്തരവാദിത്തം. അവർ ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പം മൂപ്പരാളി യൂട്യൂബ് ചാനലുകളിൽ വന്ന് പറയുന്നതിന്റെ 70% കൊള്ളത്തരാണ്. അത് ഓരോന്ന് വേണമെങ്കിലും തെളിവടക്കം ഞാൻ കാണിച്ചു തരാം. അതിലെനിക്ക് യാതൊരു പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും 70% കൊള്ളത്തരാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് അസ്ഥാനത്തുള്ള ഒരു അമ്പാണ്. അതിന്റെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡായെന്ന് വെച്ചാൽ കുറച്ച് വ്യക്തികൾ വിളിച്ചിട്ട് നിങ്ങളിൽ നിൽക്കണം,
നിങ്ങൾക്ക് മാത്രമല്ല പിന്നെ മറ്റ് ലോറിക്കാർക്കും ഇതേ അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആവശ്യപ്പെടും. അപ്പം നിങ്ങളൊന്ന് ഞങ്ങൾ കൂടെ അപ്പോൾ അതിൽ നടക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ പല ആൾക്കാരും അർജുൻ്റെ പേരിൽ ഫണ്ട് മേടിക്കുന്നു. ആ ഗ്രൂപ്പിൽ നടന്ന സംഭവമാണ്. ഞങ്ങൾക്ക് തോന്നി. പിന്നെ അവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. മുഖ്യമന്ത്രിയുടെ കാണാൻ പോകുന്നത് മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ആണ്. ഏത് ആവശ്യം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് എപ്പോൾ ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യവും അദ്ദേഹം ഒരുക്കി തന്നിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് ഒരുക്കി തന്ന സംഭവം മുഖ്യമന്ത്രിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാനുള്ള. അപ്പം ഇവിടുന്ന് ഇവർ പോയപ്പം ഇവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം. അപ്പോൾ അവർക്കതെല്ലാം ഭയങ്കര ഷെയിമായിട്ട് ഫീൽ ചെയ്തു. അവരൊന്നും അറിയാണ്ട് അപ്പോൾ അവർ കരുതി കുടുംബവും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പം ഞങ്ങളതെല്ലാം ഇങ്ങനെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഈ കഥകളൊക്കെ അവരറിയുന്നത്. ഇവർ ഇന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി കാരണം ഡ്രഡ്ജർ എത്തിക്കുക എല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെയും നമ്മൾ മുഖ്യമന്ത്രിയെ പോയിട്ട് ബുദ്ധിമുട്ടിച്ചിരിക്കുന്ന എന്ത് കാര്യം, എന്താ അർത്ഥമുള്ളതിൽ? നടക്കാത്ത കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് പിന്നെയും അവരെ പോയിട്ട് പ്രഷർ ചെയ്യാൻ വല്ല കാര്യമുണ്ട്? അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് അപ്പോൾ തന്നെ ലെഫ്റ്റ് എടുത്ത് കാര്യം പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ആവശ്യം നിലവിലില്ല, നിങ്ങൾ ഇത് പിരിച്ചുവിടണം എന്ന് അഭ്യർത്ഥിച്ച് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതാണ് ആക്ഷൻ കമ്മിറ്റി ആ ഇതുണ്ടായത്. പിന്നെ അവരുടെ ഇടപെടലുകൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടന ഒരു സംഭവം അവരൊക്കെ ആഗ്രഹം ഇത് തന്നെയായിരുന്നു. ഇവിടെ നിന്നുള്ള ഡ്രഡ്ജർ കൊണ്ടുപോകണം, ഇവിടെ നിന്നുള്ള ആൾക്കാർ പോയിട്ട് മുങ്ങി തപ്പണം, മാൽപ്പ ഇറങ്ങി തപ്പണം. ഈ ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് രണ്ടാം ഘട്ട തെരച്ചിൽ മുങ്ങിയിട്ടുള്ളൊരു തെരച്ചിൽ സാധ്യമല്ല എന്ന് പറഞ്ഞത് ഇവരൊക്കെ തന്നെയാണ്. രണ്ടാം ഘട്ടത്തിൽ മുങ്ങിത്തപ്പലിന് ശേഷം ഈ ആൾക്കാർ പറഞ്ഞു ഇനി ഇവിടെ മുങ്ങിത്തപ്പിയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അതിന് ശേഷം ഇങ്ങനെ ഒരു മിഷൻ ഞങ്ങൾ അതായത് ഇത്ര കഷ്ടപ്പെട്ട മിഷൻ അവിടെ എത്തിയിട്ടു എല്ലാവരും അതിന് അതിൻ്റെ കൂടെ മുങ്ങുക. പിന്നെ ആ ഒരു മിഷൻ്റെ വർക്കിംഗ് നിൽക്കുകയാണ്. ആകെ ഒരു കുറച്ച് ദിവസത്തെ ഇത് മാത്രമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. പിന്നെ ഇതൊരു സംഭവം കിട്ടിയതിന് ശേഷം എല്ലാവരും വീഡിയോയിലും ഇങ്ങനെ പറയുക, അതായത് ഈ ഒരു ട്രഡ്ജർ വരാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ടില്ല, ആ ഒരു ട്രഡ്ജർ എത്താൻ അയാളുടെ ഭാഗത്തു നിന്ന് 1% പോലും എത്തിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അഷ്റഫ് എംഎൽഎനോടോ ആരോടും അല്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അല്ലല്ല ആ ഗ്രൂപ്പിൽ കിടന്ന കാര്യമാണോ? ആ ഗ്രൂപ്പിൽ അവരറിഞ്ഞുകൊണ്ടല്ല മറ്റു ആൾക്കാരൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് മാനസികമായിട്ട് പല വിഷമമുണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ പോരാൻ കാരണം. ഇവർ ഈ പ്രവർത്തിക്കുന്നത് അതാണ് മനാഫ് പറയുന്നത് എന്തോ അത് വിശ്വസിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നിട്ടാണ് അവിടെ അന്ന് പിന്നെ ഡ്രഡ്ജർ എത്തിയ സമയത്ത് വന്നിട്ട് എന്നോട് കയർക്കുന്ന അവസ്ഥ ഉണ്ടായത്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാരണം ഞങ്ങൾ ഇത് എവിടെ പോയിന്റ് അടക്കം ഞങ്ങൾക്ക് ഇൻഫോം ചെയ്തിട്ടാണ് ഞങ്ങളവിടെ നിൽക്കുന്നത്. ആ ഒരു സമയത്താണ് ഇവർ SP-ക്ക് ലെറ്റർ കൊടുക്കാനും അവരാവശ്യം എന്തായിരുന്നു, നാട്ടിൽ നിന്ന് 20 ആൾക്കാർ വന്ന് തരണം. അതായിരുന്നു അവരാവശ്യം. അതിന് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം നാട്ടിൽ നിന്ന് 20 ആൾക്കാർ വന്ന് തരണം. സാധ്യമായിട്ടൊരു കാര്യമാണോ എന്ന് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന സംഭവമുള്ളൂ. ഈ ലോറി കിട്ടുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഞാൻ അങ്ങനെ നടക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താ വെച്ചാൽ ആക്ഷൻ കമ്മിറ്റിയായിട്ട് എൻ്റെ അളിയൻ്റെ കച്ചറയാണ്. കാരണം അവരെ ഇടപെടൽ കാരണം ആ ഒരു ട്രഡ്ജർ അവിടെ നിന്ന് പോകും. അങ്ങനെ ഒരു സന്ദർഭം വരാതെക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതായത് കേരളത്തിലുള്ള ആൾക്കാർ അറിയാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ട്രഡ്ജർ എത്തിക്കാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയി ഇവിടെ പോയി ആൾക്കാരുടെ മനസ്സിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കി ഞങ്ങളെ വിറ്റിരിക്കും. ഞങ്ങൾ ഇത് പറയേണ്ട ഒരാവശ്യമില്ല. പക്ഷേ ഇത് നിർത്തുന്നില്ല, ഇനിയും ഇത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരോട് ചോദിച്ച് ഇതിനെന്താ ഒരു പരിഹാരം. അപ്പോൾ അവർ പറഞ്ഞതാണ് ഇങ്ങനൊരു മീഡിയ വഴി പുറത്ത് വിട്ടാൽ അല്ല മീഡിയ ഞങ്ങൾക്ക് ഇതിൽ വിവാദത്തിൻ്റെ അല്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്നെ ഭാരം ഒഴിച്ചു വെക്കുക, ഞങ്ങളെ കാര്യം അറിയിക്കുക. ഇനി ഇതിന്റെ മുകളിൽ കമന്റ് ഇടണ്ടവരോ വിമർശിക്കേണ്ടവരോ എല്ലാവരും വിമർശിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കാരണം ഞങ്ങളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ഒന്നും പറയാൻ അതെ വിമർശിച്ചോളൂ, എല്ലാവരും വിമർശിച്ചോളൂ. പക്ഷെ ഞങ്ങളിപ്പം മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ പിന്നെ എന്താണ് അപ്പോൾ ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും, കാരണം ഞങ്ങൾ മാത്രം വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ലോറി ഉടമകൾ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സംവിധാനം വിചാരിച്ചിട്ടോ കാര്യമില്ല, എല്ലാവരും കൂടി വിചാരിച്ചിട്ടാണ്. അപ്പം കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. ഇനി ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ മീഡിയനെ കാണുന്നുണ്ട്. ഇനി മീഡിയനെ അങ്ങനെയല്ല, ഇനി നമുക്ക് ഞങ്ങളെല്ലാം സാധാരണ ജീവിതത്തിൽ ആവശ്യമില്ല. അത് നിലനിൽക്കുന്നുണ്ടോ റണ്ണിങ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇനി
ഉണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ അങ്ങനെ റണ്ണിങ് ആണെങ്കിൽ അവരോട് നിങ്ങൾക്ക് എന്താണ് പ്രതിരോധം പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് നമുക്ക് അർജുനെ ലഭിക്കുകയായിരുന്നു ആത്യന്തികമായ കർത്തവ്യം. അത് നമുക്ക് ലഭിച്ചു, കാര്യങ്ങൾ കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇനി അങ്ങനെ ഒരു ഇടപെടൽ ഇല്ല എന്നാണ്. ഇനി ഉണ്ടെങ്കിൽ അതെല്ലാം നിർത്തിവെച്ചിട്ട് പിന്നെ നമ്മളെല്ലാം സാധാരണ പോലെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ഉള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ ഒരുക്കി തരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, അങ്ങനെ പറയുന്നില്ല, അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ എല്ലാവരും ഇടപെടലുണ്ട്, പക്ഷെ അനാവശ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ പ്രതികരിച്ചിട്ടുള്ളൂ. അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതിൽ വ്യക്തമായ സാങ്കേതിക കാരണം ഉണ്ടായിരുന്നു. ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം എന്താ ടെർജർ എത്തില്ല, വ്യക്തമായിട്ടുള്ള കാരണം ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. നമ്മളൊരു സംവിധാനത്തിന് എത്ര വരെ നമുക്ക് തള്ളി പറയാൻ പറ്റും? അവർ ശ്രമിച്ചു, പക്ഷെ നമ്മൾ ആ ശ്രമത്തിന് കാരണം ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ അത് പിന്നെ ചെയ്യുന്നതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രാഘവേട്ടനാണെങ്കിലും ഈ പറയുന്ന AK ആണെങ്കിലും ഒക്കെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഇതിന് സിദ്ധരാമയ്യ ഉറപ്പ് തന്നു. അതിലപ്പുറം ഇനി എനിക്ക് ഉറപ്പ് തന്നു, കുടുംബത്തിന്റെ ഭാഗമായിട്ട് ഞാനായിരുന്നു പോയിരുന്നത്. അത് എനിക്ക് തന്ന ഉറപ്പ് എന്ന് വെച്ചാൽ ടെർജർ കൊണ്ടുവരും, തിരച്ചിൽ ആരംഭിക്കും, അർജുനെ എടുക്കും എന്നുള്ള ഉറപ്പാണ് തന്നത്. ഇല്ലല്ല, ആരുണ്ടായിരുന്നില്ല. കേരള മുഖ്യമന്ത്രി അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയൊക്കെ കാണുന്നത് കുടുംബം രാഘവേട്ടനെ പോലുള്ള ജനപ്രതിനിധികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ പുറത്തുനിന്ന് വേറെ ആരും ഇല്ല, ആരുമില്ല, പുറത്തുനിന്നുള്ള ഒരാളുണ്ടായിരുന്നില്ല. യാതൊരു ബന്ധവും. പക്ഷേ ഈ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ട്രെഡ്ജർ ഞാൻ എത്തിച്ചത് എത്ര കഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലാണ് എല്ലാ ഇന്റർവ്യൂവും കാര്യങ്ങളും. അത് ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ജനങ്ങളിൽ എത്തിക്കാം, ഭയങ്കര ഫേക്ക്. അല്ല, ഈ ഒരു വൈകാരിക തലത്തിൽ അത് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം രംഗത്ത് വരുന്ന കാരണം ഞങ്ങൾ അവിടെ ചോദിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ലായിരുന്നു. ഞങ്ങൾക്ക് അതിന് പിന്നെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല. കുടുംബമാണെങ്കിലും ഞങ്ങൾ ആ സമയം എന്ന് പറഞ്ഞാൽ അത്രയും വൈകാരികമായിട്ടുള്ളൊരു സമയത്തൂടെയാണ് ഞങ്ങൾ കടന്നു പോയിരുന്നത്. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് സംസാരിച്ചു, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കരഞ്ഞു. ഇത് നമ്മൾ പിന്നെ അവിടുത്തെ അതാ ഞാൻ പറഞ്ഞത്, മാധ്യമപ്രവർത്തകർ ഉചിതമായ ഒരു തീരുമാനം. ഞങ്ങൾ ആ സമയത്ത് മയക്കം കൊണ്ട് ആരും വന്നില്ല. പിന്നെയും വരുമ്പോൾ ഞങ്ങൾ കരഞ്ഞു പോയി. പക്ഷേ അങ്ങനെയല്ല, അതാണ് മാധ്യമങ്ങൾ കൂടെ ഞങ്ങൾ. പിന്നെ ഇവിടെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, അർജുനെ ഇവിടെ കിടത്തിയപ്പം എല്ലാ മാധ്യമപ്രവർത്തകരും വന്ന് പുഷ്പാർച്ചന നടത്തിയൊരു വികാരം വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഞങ്ങളിപ്പോഴും പറയാറുണ്ട്, മാധ്യമപ്രവർത്തനമല്ല, അതിനുപരി അർജുൻ്റെ കൂടെ നിന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നത്. ഞങ്ങൾ വളരെ നന്ദി കടപ്പാട് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊരു പക്ഷേ ഒരു പക്ഷേ അല്ല, ഞങ്ങൾ അവസാനം മീഡിയനെ കാണുകയാണ്. ഞങ്ങളെ കാര്യങ്ങൾ ശേഷം വന്നിട്ടില്ല, ഞങ്ങൾ നിർത്തിയൊരു കാര്യമാണ്. പക്ഷെ ഒരാളെ എത്ര ബന്ധപ്പെട്ടിട്ടും മിണ്ടുന്നില്ല, തിരിക്കുന്നില്ല. കാരണം അവരതിനനുസരിച്ച് പൊക്കുക. എന്തായാലും ഞങ്ങളെ നെഞ്ചത്ത് കയറി പോവുക. അവരെ കുടുംബക്കാർ പോയി നോക്കി, അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത്, പക്ഷെ ഒന്നും ഫലം കാണാതെ ആകുമ്പോഴാണ് ഇന്നും എത്ര വീഡിയോസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ മനസ്സിലാവും. എത്ര വീഡിയോസാണ് മുട്ടാളെ യൂട്യൂബിൽ വരുന്നത്. ഇതൊക്കെ ഞങ്ങൾക്കതൊരു ഭയങ്കര പ്രശ്നമായിട്ട് വരികയാണ്. ഓക്കെ, അതില്ല, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. പൈസ ചോദിക്കുന്നത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. പൈസ കളക്ട് ചെയ്ത് നിൽക്കില്ല, പല ആൾക്കാർ ഇവർക്ക് കൊടുക്കുകയാണ്. മനാഫ്ക നിർബന്ധിച്ചിട്ടായിരിക്കില്ല, അയാൾ നിർബന്ധിച്ചിട്ട് പൈസ മേടിക്കുന്നതായിരിക്കില്ല. ചില അങ്ങനെയല്ല, ഈ അർജുന്റെ കുടുംബത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും കൊടുക്കുന്നുണ്ടാവും. അതാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അർജുൻ്റെ മോനൊരു ഫണ്ട് ഉണ്ട്, കുറേ ആൾക്കാർ തന്നിട്ടുണ്ട്, ഞാൻ അവൻ്റെ മോനെ മേലിൽ ഡെപ്പോസിറ്റ് ഇടാം എന്ന് എന്നോട് പറയാൻ കാരണം അതായിരിക്കാം. അദ്ദേഹം മനഃപൂർവ്വം മേടിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല.